തൊട്ടുകൂടാത്തവന്റെ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികൾ തിടപടകില്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നു. കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങളിൽ സംഘടിച്ചിറങ്ങിയ ഒരു ഹർത്താൽ. ഈ ഹർത്താലിലേക്ക് നയിച്ച വിഷയം വളരെ നിസ്സാരമായ ഒന്നായിരുന്നു എന്നാണ് മാധ്യമത്തിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ ജിമ്മി ജെയിംസ് പറയുന്നത്. ഒരു ചെറിയ വിഷയം, ഒരു കുട്ടിയുടെ മരണം, അതൊരു ചീള് കേസായാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്നാൽ അതൊരു നിസ്സാര കേസായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 19 വർഷമായിട്ടും ജാതിയുടെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ ഒരു മനുഷ്യൻ കളിയാക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുക എന്നതും അതിൻ്റെ പേരിൽ ആത്മനൊമ്പരം താങ്ങാതെ ആത്മഹത്യ ചെയ്യുക എന്നതും ഒരു നിസ്സാര വിഷയമായി ഒരു മാധ്യമ പ്രവർത്തകന് കാണാൻ കഴിയുന്നു എന്നത് ഏറ്റവും വിചിത്രമാണ്. അതും മീഡിയ വണ്ണ് പോലെ വേട്ടയാടപ്പെടുന്ന ഒരു മാധ്യമത്തിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ. 10% വരുന്ന ജനവിഭാഗം ഇന്ന് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തെരുവിലിറങ്ങുകയും സമരം ചെയ്യുകയും ചെയ്തു. അതും ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ പേരിൽ. ഒരു ചെറിയ വിഷയമാണ്. ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ പേരിൽ ഒരു ചെറിയ വിഷയമാണ്. ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ പേരിൽ ഒരു ചെറിയ വിഷയമാണ്. ആ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ ഇറങ്ങി എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയമായി വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ദളിത് ആദിവാസി സംഘടനകളുടെ കൂട്ടായ്മയായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി മറ്റാരും പ്രതിഷേധിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ തൊട്ടുകൂടായ്മയുടെ പരകോടിയെ സൂചിപ്പിക്കുന്നതാണ്. ഏകദേശം 52 ദളിത് ആദിവാസി സംഘടനകൾ ചേർന്ന് ഹർത്താൽ നടത്തിയത്. രാഷ്ട്രീയ പാർട്ടികളിൽ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തുടങ്ങിയവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ മുന്നണികളായ LDF, UDF, NDA എന്നീ പാർട്ടികൾ ഈ ഹർത്താലിന് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. ഇടതും വലതും തീവ്ര വലതും വോട്ടിനു വേണ്ടി ആദിവാസി പ്രീണനവുമായി എന്നും രംഗത്ത് വരാറുണ്ട്. എന്നാൽ അവരുടെ ആവശ്യങ്ങളിൽ അവധാനതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും മുന്നിലുണ്ടാവാറില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് ദൂരം കുറച്ചത് അധ്യാപകരുടെയും ചില സീനിയർ വിദ്യാർത്ഥികളുടെയും ജാതി അധിക്ഷേപവും തരം താഴ്ത്തലും കാരണമായിട്ടുണ്ടെന്ന് നിതിൻ രാജിൻ്റെതായി പുറത്തുവരുന്ന ശബ്ദരേഖയും സഹവിദ്യാർത്ഥികളുടെ മൊഴികളും സൂചന നൽകുന്നു. എന്നിട്ടും 10,000 രൂപ കടം നൽകിയ ലോണാപ്പിൽ എല്ലാ കുറ്റവും ചുമത്തി കൈമലർത്താൻ പോലീസ് ശ്രമിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കാൻ മറ്റാരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ആ 52 സംഘടനകൾ ഒരു കൂട്ടായ്മയായി മുന്നോട്ട് വന്നുവെങ്കിൽ പീഡിത വർഗത്തിന് വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു സംഘശക്തിയുടെ പാഞ്ചജന്യം മുഴങ്ങുന്നു എന്ന് വേണം കരുതാൻ. അസംഘടിതരായ താഴ്ജാതിക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ജനതയുടെ പുതിയ പ്രഭാതത്തിന്റെ ആണെന്ന് കണക്കാക്കുകയും ചെയ്യാം. അസ്പൃശ്യരുടെ സമരമായതുകൊണ്ടാവാം പോലീസ് ഈ ഹർത്താലിനെ എടുത്തതായി കണ്ടില്ല. ഹർത്താൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമേ ചലനമുണ്ടാക്കുകയും ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുള്ളൂ. എന്നാൽ പതിവിന് വിപരീതമായി ഹർത്താൽ അനുകൂലികൾ ആക്രമിക്കപ്പെടുകയും ഹൈക്കോടതി ഹർത്താലിനെതിരെ നിമിഷാർദ്ധത്തിൽ തന്നെ സ്വമേധയ കേസെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്നത് ഒരു പുല്ലും ചെയ്യില്ല. ഇതിൽ 2 വീഡിയോകൾ നമ്മൾ കണ്ടു. 2 വീഡിയോയിലും ഹർത്താൽ അനുകൂലികളോട് ജനം കയർക്കുന്നതും അവരെ നേരിടാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഇതിനു മുമ്പ് പല ഹർത്താലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഹർത്താൽ അനുകൂലികളുടെയോ സമരക്കാരുടെയോ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്താൽ അവൻ വന്ന രൂപത്തിൽ തിരിച്ചുപോയ ചരിത്രമുണ്ടായിട്ടില്ല. ഇവിടെ ആ ബൈക്കുകാരൻ എത്ര സമയമാണ് സമരക്കാരുടെ കയർത്തുന്നത്? ഈ ഹർത്താൽ ഇടതുപക്ഷ പാർട്ടിയുടെയോ വലതുപക്ഷ പാർട്ടിയുടെയോ ആയിരുന്നെങ്കിൽ നല്ല ജീവനം കൊണ്ട് അവൻ ആ ബൈക്ക് ഓടിച്ചു പോകുമായിരുന്നു. ഇല്ല എന്ന് ഉറപ്പാണ്. എന്നിട്ടും ഇവിടെ ഒന്നും സംഭവിക്കാതിരുന്നത്
സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സമരമായതുകൊണ്ടാണ്. അവർക്ക് മുന്നിൽ നിൽക്കാൻ ശക്തരായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവനെ പൊതുസമൂഹത്തിന് വേണ്ട, ഉയർന്ന രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ട. അവരുടെ വോട്ട് മാത്രം അവർക്ക് ആവശ്യമുള്ളൂ. ഇവിടെ ഹർത്താലിനെ അനുകൂലിക്കുന്നു എന്നർത്ഥമില്ല. പൊതുജീവിതം സ്തംഭിക്കുന്ന ഹർത്താലുകളും സമരങ്ങളും അസാസ്യമല്ല. പക്ഷേ എതിർപ്പ് ദളിതന്റെ സമരത്തോട് മാത്രമാവരുത്. ഇതേ ചടുലത, ഇതേ പ്രത്യാക്രമണ സ്വഭാവം എല്ലാവരുടെ ഹർത്താലിന് നേരെയും ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ ശക്തി കുറഞ്ഞവനെ നേരിടുക, ശക്തി കൂടിയവനോട് സമരസപ്പെട്ടു പോവുക എന്നത് നീതിയല്ല. മുമ്പ് ഒരു ഹർത്താലിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കുകയും നാശനഷ്ടങ്ങൾക്ക് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്ക് കോടതികൾ ആരുടേതെല്ലാം സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്ന് നമുക്ക് വരും കാലങ്ങളിൽ കാണാം. അതോ അത് ഒരു ജനതയുടേത് മാത്രമായി ചുരുങ്ങുമോ എന്നും